ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ദറ്റ് ഈസ് ബെൽ-കോൾമാൻ സൈക്കിളിൻ്റെ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ടോപ്പിക്ക് ഞാൻ രണ്ടാമത് എടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ബെൽ-കോൾമാൻ സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് എന്തൊക്കെയായിരുന്നു. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എന്തൊക്കെയായിരുന്നു പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ജനറൽ കേസ് എന്താണ്? ഫസ്റ്റ് പ്രോസസ്സ് 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ, 2 to 3 constant pressure cooling or heat rejection, and 3 to 4 isentropic expansion, and 4 to 1 that is constant pressure heat addition. ഓക്കെ, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേസ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അറിയാം, നമ്മുടെ പ്രോസസ്സ് 1 to 2 ആൻഡ് പ്രോസസ്സ് 3 to 4 എന്നുള്ളത് എന്ത് പ്രോസസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അടുത്ത കേസിൽ? ദറ്റ് ഈസ് എന്താണ്? പോളിട്രോപിക് പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? പോളിട്രോപിക് പ്രോസസ്സാണ്. നമുക്കറിയാം ദറ്റ് ഈസ് ഈ രണ്ട് പ്രോസസ്സും ഐസെൻട്രോപിക് പ്രോസസ്സ് ആണെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന ലോ എന്ന് വെച്ചാൽ എന്താണ്? PV raised to gamma equal to constant. അവിടെ നമുക്ക് ഫോർ എയർ ഗാമയുടെ വാല്യൂ എത്രയാണ്? 1.4 ആണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മീഡിയം എന്താണ്? ദറ്റ് ഈസ് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് എന്താണ്? എയർ ആണ്. പക്ഷേ ആ വാല്യൂ 1.4 അല്ലാതെ വരുന്ന കണ്ടീഷനിലൊക്കെ നമ്മൾ അവിടെ അതിന് പകരം എന്താ യൂസ് ചെയ്യുക? അവിടെ യൂസ് ചെയ്യുന്ന ലോ ആണ് PV raised to n equal to constant. PV raised to n equal to constant. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പ്രോസസ്സ് എന്ന് പറയാം? പോളിട്രോപിക് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രോസസ്സ് 1 to 2 എന്ന് വെച്ചാൽ എന്താണ്? പോളിട്രോപിക് ആണ്. കംപ്രഷൻ എന്നുള്ളത് തന്നെ പോളിട്രോപിക് ആണ്. അതുപോലെ തന്നെ പ്രോസസ്സ് 3 to 4 എന്നുള്ളത് എന്താണ്? എക്സ്പാൻഷൻ ആണ്. പക്ഷെ എന്താണ്? പോളിട്രോപിക് ആണ്. ഇതാണ് നമ്മുടെ ഡിഫറൻസ്. ഇനി അതിൻ്റെ ചെറിയ കൊച്ചു നമുക്ക് അതിൻ്റെ ഒരു ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഡെറിവേഷൻ പറഞ്ഞ് നമുക്ക് തൽക്കാലത്തേക്ക് സമപ്പ് ചെയ്യാം. അപ്പോൾ ഈ കേസ് 2 എന്ന് വരുന്നതിനകത്ത് ശ്രദ്ധിക്കാം. കേസ് 2 ഇതാണ്. നമുക്കറിയാം പോളിട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ പോളിട്രോപിക് പ്രോസസ് ആകുമ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എല്ലാറ്റിലേക്കും പോകുന്നില്ല, ഒരു കൺക്ലൂഷനിലേക്ക് മാത്രമാണ് വരുന്നത്. നോക്കിക്കോളൂ, വർക്ക് ഡൺ ബൈ കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? വർക്ക് ഡൺ ബൈ കംപ്രസർ ഫോർ പ്രോസസ് 1 to 2 പോളിട്രോപിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? n divided by n minus 1 into P2 V2 minus P1 V1. n divided by n minus 1 into P2 V2 minus P1 V1. സിമിലർലി ഓക്കെ ആണല്ലോ, അത് കുഴപ്പമില്ല. സിമിലർലി വർക്ക് ഓഫ് എക്സ്പാൻഷൻ ദ പ്രോസസ് 3 to 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ എന്നുള്ളതും പോളിട്രോപിക് പ്രോസസ്സാണ്. പോളിട്രോപിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ എന്ന് വെച്ചാൽ എന്താ വരുന്നത്? n divided by n minus 1 into n divided by n minus 1 into എന്ത് വന്നു? P3 V3 minus P4 V4. P3 V3 minus P4 V4. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് എക്സ്റ്റേണൽ വർക്ക് W നെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. W നെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ. വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് എന്താണ്? വർക്ക് ഡൺ ബൈ എക്സ്പാൻഡർ. നമുക്ക് എങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം? n divided by n minus 1 കോമൺ ബ്രാക്കറ്റ് പുറത്തേക്ക് എടുത്തു, കോമൺ ആണ്. ബാക്കി എന്ത് ചെയ്തു? P2 V2 മൈനസ് P1 V1, P2 V2 മൈനസ് P1 V1 ബ്രാക്കറ്റ് മൈനസ് എന്ത് വന്നു? P3 V3 മൈനസ് P4 V4. ഇങ്ങനെയാണ് n divided by n minus 1 ബ്രാക്കറ്റ് P2 V2 മൈനസ് P1 V1 മൈനസ് P3 V3 മൈനസ് P4 V4. കിട്ടിയല്ലോ, നമുക്ക് കിട്ടി. ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല. നെക്സ്റ്റ് ഇനി നമുക്കറിയാം PV എന്ന് വെച്ചാൽ എന്താണ്? MRT ആണ്. PV എന്ന് വെച്ചാൽ എന്താണ്? MRT ആണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? W നെറ്റ് എന്നുള്ളത് എങ്ങനെ എഴുതാം? n divided by n minus 1 n divided by n minus 1 into എന്ത് വന്നു? PVക്ക് പകരം നമ്മൾ എന്തെടുത്തു? PV equal to MRT. അപ്പോൾ എന്ത് ചെയ്തു? MR into ഇനി ബാക്കി എന്താ ഉള്ളത്? T2 V അല്ലേ, അതിങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? T2 മൈനസ് T1 മൈനസ് T3 മൈനസ് T4. അതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂകളൊന്നും പറയാം. P1 V1 എന്നത് MR T1 ആയി, P2 V2 MR T2 ആയി, P3 V3 MR T3 ആയി, P4 V4 MR T4 ആയി. എവിടെ നിന്നാണ്? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിന്നാണ്. ഓക്കെ, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അടുത്തൊരു വാല്യൂ ആണ്. എന്താണ്? നമുക്ക് ജനറലി അറിയാം എന്താണ്? CP എന്ന് വെച്ചാൽ എന്താ? ഗാമ R ബൈ ഗാമ മൈനസ് 1 ആണ്. CP എന്ന് വെച്ചാൽ എന്താണ്? ഗാമ R ബൈ ഗാമ മൈനസ് 1 ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെടുക്കാം? ആറിൻ്റെ വാല്യൂ എടുക്കാം. R എന്ന് വെച്ചാൽ എന്താണ്? CPനെ ടേക്ക് ഔട്ട്,
ബാക്കി എന്തുണ്ട് ഗാമ -1/γ. ബാക്കി എന്തുണ്ട് ഗാമ -1/γ. അപ്പോൾ W നെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? ബാക്കി എന്തോ ഉള്ളത് W നെറ്റ് എന്ന് വെച്ചാൽ എന്തോ ഉള്ളത് W നെറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ n/n-1 n/n-1 ഇൻറ്റു ബാക്കി എന്തോ ഉള്ളത് ഗാമ -1/γ ഇൻറ്റു ബാക്കി എന്തോ ഉള്ളത് M ഉണ്ട് ഇല്ലേ, CP ഉണ്ട് ബാക്കി അല്ലേ, CP ഇൻറ്റു ബാക്കിയുള്ളത് അങ്ങനെ താഴത്തേക്ക് എടുത്തെഴുതുക. എന്താ വേണ്ടത് T2 - T1 മൈനസ് എന്താണ് മൈനസ് വേണമെങ്കിൽ അത് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ ബ്രാക്കറ്റ് ഔട്ട് എടുത്താൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം T2 - T1 മൈനസ് ഓഫ് T3 - T4. ബ്രാക്കറ്റ് കളയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമുണ്ട്. നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമുക്കറിയാം എന്താണ് നെറ്റ് എനർജി ഉള്ളിലോട്ട് വരുന്നതും പുറത്തോട്ട് വരുന്നതും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ. നെറ്റ് എനർജി എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് വരുന്നതും വർക്ക് എന്നുള്ളത് അതിനല്ലേ കൺസിഡർ ചെയ്യുന്നത്. ഉള്ളിലോട്ട് വരുന്ന വർക്കും പുറത്തോട്ട് പോകുന്ന വർക്കും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ W നെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ COP ആണ്. COP എന്ന് പറഞ്ഞാൽ ബേസിക് ഇക്വേഷൻ എന്താ ഡിസൈഡ് എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്താണ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്ട് ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. അപ്പോൾ അറിയാം റെഫ്രിജറേഷൻ എഫക്ട് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് MCP T1 - T4. അവിടെ മാറ്റങ്ങളൊന്നുമില്ല. MCP T1 - T4. ഇനി വർക്ക് W നെറ്റ് എന്നുള്ളിടത്താണ് ചെറിയ വേരിയേഷൻ ഉള്ളത്. എന്താ വന്നത് n/n-1 ഇൻറ്റു ഗാമ -1/γ ഇൻറ്റു MCP ഇൻറ്റു നമുക്ക് ബ്രാക്കറ്റ് എടുക്കാം T2 - T1 മൈനസ് ബ്രാക്കറ്റ് ആണ് എടുത്തതാണ് എങ്ങനെ വരും T3 - T4 T3 - T4. ഇനി അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MCP രണ്ടും കോമൺ ആണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തോ ഉള്ളത് T1 - T4 ഡിവൈഡഡ് ബൈ n/n-1 ഇൻറ്റു ഗാമ -1/γ കോമൺ ബ്രാക്കറ്റ്. ഇനി ബാക്കി എന്തോ ഉള്ളത് T2 - T1 മൈനസ് ഓഫ് T3 - T4. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തെന്നുള്ളത്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് നമുക്ക് എന്താണ് നമ്മുടെ പോളിട്രോപ്പിക് കേസ്. പോളിട്രോപ്പിക് കംപ്രഷനും എക്സ്പാൻഷനും പ്രോസസ് പോളിട്രോപ്പിക് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ COPയുടെ വാല്യൂ എത്രയാണ് T1 - T4 ഡിവൈഡഡ് ബൈ n/n-1 ഇൻറ്റു ഗാമ -1/γ ഇൻറ്റു T2 - T1 മൈനസ് T3 - T4 T2 - T1 മൈനസ് T3 - T4. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഒന്ന് പ്രോബ്ലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേ. എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ എന്താണ് ബെൽ-കോൾമാൻ സൈക്കിൾ. എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ ബെൽ-കോൾമാൻ സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ പ്രഷർ ലിമിറ്റ്സ് ഓഫ് എത്രയാണ് 1.05 ബാർ 1.05 ബാർ ആൻഡ് 8.5 ബാർ. എന്താണ് എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ ബെൽ-കോൾമാൻ സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ പ്രഷർ ലിമിറ്റ്സ് ഓഫ് 1.05 ബാർ ആൻഡ് 8.5 ബാർ. ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താണ് പ്രോബ്ലം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ബെൽ-കോൾമാൻ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനീഷ്യൽ പ്രഷർ തന്നിട്ടുള്ളത് എത്രയാണ് 1.05 ബാർ ആണ്. എന്താണ് P1 എന്ന് വെച്ചാൽ 1.05 ബാർ ആണ്. ആൻഡ് എന്താണ് 8.5 ബാർ. അപ്പോൾ P2 എന്നുള്ളത് എത്രയാണ് 8.5 ബാർ ആണ്. ആ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ അത് പറയുന്നത് എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ ഫ്രം ദ കോൾഡ് ചേംബർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് എയർ ഈസ് ഡ്രോൺ ഫ്രം കോൾഡ് ചേംബർ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. ഈ കോൾഡ് ചേംബർ എന്നുള്ളത് എവിടെ വരണമെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? കോൾഡ് ചേംബർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബെൽ-കോൾമാൻ സൈക്കിൾ ഫസ്റ്റ് വൺ കംപ്രസർ കഴിഞ്ഞാൽ കൂളർ, അത് കഴിഞ്ഞാൽ എക്സ്പാൻഡർ, അത് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ ഓർ കോൾഡ് ചേംബർ. അപ്പോൾ കോൾഡ് ചേംബറിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ് T1 ആണ് അല്ലേ. T1 ഈക്വൽ ടു എത്രയാണ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ T1 ഈക്വൽ ടു 10 ഡിഗ്രി പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 283 കെൽവിൻ. ഓക്കെ, കംപ്രസ്ഡ് അപ്പോൾ കംപ്രസ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് കൂൾഡ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ബിഫോർ എൻറ്ററിങ് ദ എക്സ്പാൻഷൻ സിലിണ്ടർ. അപ്പോൾ എന്താണ് പറയണത് ഈ 10 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തു കംപ്രസ് ചെയ്തു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കൂൾഡ് ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കംപ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ നമ്മൾ കൂൾ ചെയ്യുന്നത്. കംപ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ കംപ്രസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായിട്ട് മാറി T2 ആയിട്ട് മാറി. കംപ്രസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി T2 ആയിട്ട് മാറി. ഇനി എന്താ പറയണത് ഇറ്റ് ഈസ് കൂൾഡ് ടു 30 ഡിഗ്രി സെൽഷ്യസ്.
ബിഫോർ എൻറ്ററിങ് ദ എക്സ്പാൻഷൻ സിലിണ്ടർ. ഇനി നമ്മൾ കൂൾ ചെയ്യണ എത്രയാണ്? കൂൾ ചെയ്തിട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എന്താ സംഭവം? കൂൾ ചെയ്തിട്ട് 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ T3 ആ ടെമ്പറേച്ചറാണ് എന്തെന്നുള്ളത് 30 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. T3 ടെമ്പറേച്ചറാണ് 30 ഡിഗ്രി സെൽഷ്യസ് ബിഫോർ എക്സ്പാൻഷൻ സിലിണ്ടർ. മനസ്സിലായിട്ടോന്ന് വിചാരിക്കണം. ഇനി ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയണത്? എന്താണ്? ദ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ഫോളോസ് ദ ലോ PV raised to 1.3 equal to constant. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ഫോളോസ് ദ ലോ PV raised to എത്രയാണ്? 1.3 equal to constant. എന്താ പറയണത്? അവിടെ PV raised to 1.3 ആണ് അവിടെ ഫോളോ ചെയ്യുന്ന ലോ. എന്താണ് PV raised to 1.3 equal to constant എന്നുള്ളത്? അത് എന്ത് പ്രോസസ്സാണ്? PV raised to 1.3 എന്നുള്ളത് എന്ത് പ്രോസസ്സാണ്? അവിടെ ഗാമയുടെ വാല്യൂ, എയറിന്റെ വാല്യൂ, ഗാമയുടെ വാല്യൂ എയർ ആണെങ്കിൽ നമുക്ക് ഗാമയുടെ വാല്യൂ എത്ര കിട്ടുക? 1.4 ആണ് കിട്ടുക. ഇവിടെ തന്നിട്ടുള്ള എത്രയാണ്? 1.3 ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താക്കിയിട്ട് മനസ്സിലാക്കണം? ഈ പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്? പോളിട്രോപിക് പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? പോളിട്രോപിക് പ്രോസസ്സാണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമൈൻ ദ തിയറട്ടിക്കൽ COP ഓഫ് ദ സിസ്റ്റം. എന്താ കണ്ടുപിടിക്കേണ്ടത്? തിയറട്ടിക്കൽ COP ഓഫ് ദ സിസ്റ്റം. നമുക്ക് COP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് COP കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പോൾ ബാക്കി വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്തതിൻ്റെ സെയിം പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കുക, എന്തായിട്ട് മാറി? അവിടെ നമ്മൾ എന്ത് പ്രോസസ്സ് നമ്മളെടുത്തതും ഇവിടെ എടുത്തതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവിടെ നമ്മൾ ഫോളോ ചെയ്തത് എന്താണ്? ഐസെൻട്രോപ്പിക് ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടുത്തെ പ്രോസസ്സ് എന്താണ്? പോളിട്രോപ്പിക് ആണ്. അതാണ് വേരിയേഷൻ. അത് നമ്മൾ രണ്ട് PVTS ഡയഗ്രാം വരയ്ക്കുക. ബെൽ കോൾമാൻ സൈക്കിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്ത് വരയ്ക്കുക? PVTS ഡയഗ്രാം വരയ്ക്കുക. രണ്ട് ഡയഗ്രാം വരയ്ക്കുക. PV വരയ്ക്കുക, TS വരയ്ക്കുക. നെക്സ്റ്റ് നമുക്കറിയാം തന്നിട്ടുള്ള വാല്യൂ ഉണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കുക. തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കി എല്ലാവരും ഒന്ന് നോക്കി. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? തന്നിട്ടുള്ള വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. P1 ഈക്വൽ ടു എത്രയാണ്? 1.05 ബാർ. P3 ഈക്വൽ ടു 8.5 ബാർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. T1 ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 283 കെൽവിൻ. T3 equal to 30 degree Celsius, that is equal to 303 Kelvin. ഇനി നമുക്കറിയാം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് P1 ഈക്വൽ ടു P4 ഈക്വൽ ടു എന്താണ്? 1.05 ബാർ ആണ്. P2 ഈക്വൽ ടു P3 ഈക്വൽ ടു എത്രയാണ്? 8.5 ബാർ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫസ്റ്റ് നമുക്കറിയാം ലോസ് എന്താണ്? യൂസ് ചെയ്യുന്ന ലോ എന്ന് വെച്ചാൽ PV raised to 1.3 ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1.3 ആയതുകൊണ്ട് നമുക്കറിയാം കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ എന്താണ്? പോളിട്രോപിക് ആണ്. കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ എന്താണ്? പോളിട്രോപിക് പ്രോസസ് ആണ്. ഇനി അതിലേക്ക് നമുക്ക് അത് വെച്ച് നമുക്കൊന്ന് ഇതിനൊന്ന് ഡിഫൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഇനി എന്താണ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളത് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഫോർ പ്രോസസ് 1 to 2 പോളിട്രോപിക് പ്രോസസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? T2 ഡിവൈഡഡ് ബൈ T1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? P2 ഡിവൈഡഡ് ബൈ P1 ഹോൾ റേസ് ടു എന്തായിട്ട് മാറി? N-1 ഡിവൈഡഡ് ബൈ N ആയിട്ട് മാറി. നമുക്കറിയാം ഐസെൻട്രോപിക് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? Γ-1 ബൈ ഗാമയാവും. പക്ഷെ പോളിട്രോപിക് പ്രോസസ് ആകുമ്പോൾ എന്തായിട്ട് മാറും? N-1 ഡിവൈഡഡ് ബൈ N ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ വാല്യൂസ് ഇനി നമുക്ക് കിട്ടുക 8.5 P2 8.5 divided by 1.05 whole raised to N-1 എത്ര വരുന്നത്? 1.3 minus 1 divided by 1.3 1.3 minus 1 divided by 1.3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും വാല്യൂ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എത്ര കിട്ടും? 8.1 whole raised to 0.231. 8.1 whole raised to 0.231. അപ്പോൾ എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.62. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.62. വാല്യൂ കിട്ടിയില്ലേ? 1.62. അപ്പോൾ നമുക്ക് T2ന്റെ വാല്യൂ അതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? T2 ഈക്വൽ ടു എന്താണ്? T2 ഈക്വൽ ടു എന്താണ്? T2 എന്ന് വെച്ചാൽ എന്താണ്? T1 ഇൻറ്റു നമുക്ക് കിട്ടിയ വാല്യൂ 1.62. T1 ഇൻറ്റു 1.62. T1ന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? 1.62 ഇൻറ്റു 283. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 458.5 കെൽവിൻ. 458.5 കെൽവിൻ. മനസ്സിലായല്ലോ? സ്പീഡിലല്ലോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതേ സംഭവം തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താ നമ്മൾ ഫോളോ ചെയ്യുന്നത്? നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? സിമിലർലി അടുത്ത പ്രോസസ് 1 to 2 കഴിഞ്ഞാൽ അടുത്തത് 3 to 4 നോക്കി.
അതുതന്നെ എന്താണ് പോളിട്രോപ്പിക് പ്രോസസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T3 divided by T4 that is equal to P3 divided by P4 whole raised to n minus 1 divided by n. T3 divided by T4 that is equal to P3 divided by P4 whole raised to n minus 1 divided by n. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 8.5 divided by 1.05 whole raised to 1.3 minus 1 divided by 1.3 that is equal to എത്ര വരിക? 1.62. ഇതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 8.5 divided by 1.05 whole raised to നമുക്കിവിടെ അറിയാം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1.3 ആണ് അല്ലേ? 1.3 minus 1 divided by 1.3 that is equal to എത്രയാണ്? that is equal to എത്രയാണ്? 1.62 ആണ്. that is equal to എത്രയാണ്? 1.62 ആണ്. കിട്ടിയില്ലേ? ഇതിനകത്ത് നമുക്ക് T4ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? T4 ഈക്വൽ ടു എത്ര വരുന്നത്? T3 ഡിവൈഡഡ് ബൈ T4 ഈക്വൽ ടു T3 ഡിവൈഡഡ് ബൈ എത്ര വരണത്? എന്താ പറയണത്? 1.62. T4 ഈക്വൽ ടു T3 ഡിവൈഡഡ് ബൈ 1.62. കിട്ടിയില്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? T3യുടെ വാല്യൂ എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയില്ലേ? എത്രയാണ്? 303. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 303 whole divided by 1.62. 303 divided by 1.62 that is equal to കിട്ടിയ വാല്യൂ എത്രയാണ്? 187 Kelvin. that is equal to വാല്യൂ എത്രയാണ്? 187 Kelvin. that is equal to 187 Kelvin. കിട്ടിയില്ലേ? അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്ത് കഴിഞ്ഞു? കിട്ടാത്ത രണ്ട് വാല്യൂസ് നമുക്ക് ടെമ്പറേച്ചേഴ്സ് നമുക്ക് കിട്ടി. ടെമ്പറേച്ചേഴ്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് നമുക്ക് കിട്ടി. T1 T3 എന്തായിരുന്നു? നോൺ ടെമ്പറേച്ചേഴ്സ് ആയിരുന്നു. T2 T4 എന്താണ്? അൺനോൺ ആണ്. ആ വാല്യൂസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? COP കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് COPയുടെ ഇക്വേഷൻ നമുക്ക് നോക്കണ്ടേ? COPയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. PV raised to n കംപ്രഷനും എക്സ്പാൻഷനും പോളിട്രോപിക് പ്രോസസ് ആണെങ്കിൽ COPയുടെ ഇക്വേഷൻ എന്താണ്? COP ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞേ? ശ്രദ്ധിക്കാട്ടാ. വർക്ക് ഡൺ ബൈ കംപ്രസർ മാത്രം മാറും. വർക്ക് ഡൺ ബൈ കംപ്രസർ മൈനസ് എക്സ്പാൻഡർ എന്നുള്ളത് മാത്രം മാറും. എങ്ങനെ എഴുതാം? T1 ഡിവൈഡഡ് ബൈ COP ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ T4 ഹോൾ ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4 T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും അറിയില്ലേ? T1 T4 അൺനോൺ നമുക്ക് അറിയാത്ത. T1 അറിയായിരുന്നു അല്ലേ? T3 അറിയായിരുന്നു. T2 T3 നമ്മൾ കണ്ടുപിടിച്ചു. T2 T4 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ ടെമ്പറേച്ചേഴ്സും എന്താണ്? നോൺ വാല്യൂസ് ആണ്. നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1.3 ആണ്. ഗാമയുടെ വാല്യൂ എത്രയാണ്? 1.4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് വാല്യൂം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, നിങ്ങളെല്ലാവരും ഒന്ന് വാല്യൂ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ആണ് COP. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഈക്വൽ ടു എത്രയാണ്? 1.3. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ പ്രോബ്ലത്തിലോട്ട് നമ്മൾ തൽക്കാലത്ത് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.